എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോ കണ്ടതിൻ്റെ പരിണിത ഫലമായിട്ട് ഒരു കുടുംബാംഗം ഒരു വീഡിയോ അയച്ചു. ആ വീഡിയോ നമ്മുടെ രാമായണത്തിനെ വളരെ പരുഷമായ രീതിയിൽ, അതുപോലെ തന്നെ നമ്മുടെ ആചാരത്തിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ പറയുന്ന ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കൗസല്യാദേവി, ശ്രീരാമൻ്റെ അമ്മയായ കൗസല്യാദേവി 300 പശുക്കളെ വാളുകൊണ്ട് വെട്ടിക്കൊന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗംഗാദേവിക്ക് മദ്യവും മാംസവും കൊണ്ട് പൂജ ചെയ്യാമെന്ന് സീത പറയുന്ന ഭാഗമുണ്ട്. ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇത് പറയുന്നത് ആരാണെന്നറിയോ? ഈ പറയുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന, സ്വയം ഞാൻ സന്യാസിയാണെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സന്ദീപാനന്ദഗിരി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്വാമി. ഏതായാലും അദ്ദേഹത്തിനോടുള്ള ബഹുമാനം ഒട്ടും കുറയാതെ തന്നെ ഞാൻ അദ്ദേഹം പറഞ്ഞതിനെ ഗണ്ണിക്കാനാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു സാധാരണ യൂട്യൂബ് ചാനലിൽ, ആ ചാനലിൽ ഒരു സുനിത എന്ന് പറയുന്ന സഹോദരിയും അതുപോലെ തന്നെ ഈ പറയുന്ന സന്ദീപാനന്ദഗിരിയും തമ്മിലുള്ള സംഭാഷണമാണുള്ളത്. യഥാർത്ഥത്തിൽ ഈ രണ്ടാളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്. എന്ന് വെച്ചാൽ ഹിന്ദുവിനെ താറടിച്ച് കാണിക്കണം, ഹിന്ദുവിൻ്റെ പുരാണ ഗ്രന്ഥങ്ങളെ മോശമായി ചിത്രീകരിക്കണം. അതിൽ ഞാൻ വളരെയേറെ ഒരു ബഹുമാനം തോന്നുന്നത് സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന അദ്ദേഹത്തിനോടാണ്. കാരണം അദ്ദേഹം ആരോടാണോ പണം വാങ്ങിച്ച് ഇത്തരത്തിലൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന അവരോട് 100% നീതി പുലർത്തുന്നുണ്ട് അദ്ദേഹം. കാരണം ഹിന്ദുവിനെയും ഹിന്ദുവിൻ്റെ ഗ്രന്ഥങ്ങളെയും എത്ര കണ്ട് മോശമായി ചിത്രീകരിക്കാൻ പറ്റുമോ അത് അദ്ദേഹം വളരെ ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നർത്ഥം. അദ്ദേഹം വളരെ ഭംഗിയായിട്ടാണ് ഇതിന് മറുപടി പറയുന്നത്. രാമായണത്തിലുള്ള വാൽമീകി രാമായണത്തെ പല കൂട്ടുപിടിച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സനാതനധർമ്മത്തിന് ഹാനി ചെയ്യുന്ന വിധത്തിൽ ഇല്ലാത്ത ഒരു കാര്യം പ്രചരിപ്പിക്കുന്നത് കാണുമ്പോൾ അതിൽ പ്രതികരിക്കുക എന്നുള്ളത് എന്നെപ്പോലെയുള്ള സാധാരണക്കാരൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ആദ്യം പറയാം, സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന ആൾ മഹാപണ്ഡിതനാണ് എന്നാണ് എൻ്റെ അറിവിൽ, എൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. നല്ല അറിവുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എത്ര നല്ല പാൽപ്പായസമായാലും അതിൽ മണ്ണെണ്ണ വീണ് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതൊന്നിനും കൊള്ളൂല. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇത്തരത്തിലൊരു മാലിന്യം വീഴുകയും മറ്റുള്ളവർ അത് മുതലാക്കുകയും അതിനുവേണ്ടി അദ്ദേഹം ഭീമമായ സാമ്പത്തികം കൈപ്പറ്റുന്നുണ്ടാവണം. അല്ലെങ്കിൽ ഒരിക്കലും പെറ്റമ്മയെ പോലെ തന്നെ പ്രാധാന്യമുള്ള നമ്മുടെ ധർമ്മത്തെ തള്ളിപ്പറയാൻ തയ്യാറാവില്ല. ഇവിടെ അദ്ദേഹം അതാണ് ചെയ്യുന്നത്. ഇവിടെ സുനിത എന്ന് പറയുന്ന സഹോദരി ഈ പറയുന്ന സന്ദീപാനന്ദഗിരിയോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രാമായണത്തിൽ എവിടെയെങ്കിലും മാംസഭക്ഷണം കഴിക്കുന്നതോ പശുഹത്യ ചെയ്യുന്നതോ ആയ കാര്യം പറയുന്നുണ്ടോ എന്ന് ആ സഹോദരി ചോദിക്കുന്നു. അപ്പോൾ സ്വാമി പറയുന്നത് എന്താണെന്നറിയാം? എത്ര വേണം? പുത്രകാമേഷ്ടി യാഗത്തിന് മുൻപ് 300 പശുക്കളെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷെ വേണ്ട, ഞാനത് പറയുന്നില്ല. ഈ പറയുന്ന കാര്യം സ്വാമിയുടെ നാവിൻ തുമ്പിൽ വീഴുന്നത് കേൾക്കുമ്പോഴല്ല ഇതിന് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവുക. നമുക്കതൊന്ന് കേൾക്കാം. എന്നതിന് ശേഷം ഇതിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ നയൻതാരയുടെ ഒരു പുതിയ സിനിമ നെറ്റ്ഫ്ലിക്സിൽ വരും, അത് നിരോധിക്കപ്പെടുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ അതിൽ മാംസഭക്ഷണം കഴിക്കുന്നതും പശുഹത്യയായി ബന്ധപ്പെട്ട അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ സ്വാമി തന്നെ പലതരം രാമായണങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പൊ രാമായണത്തിൽ ഇത്തരം മാംസം ഭക്ഷിച്ച കഥകളോ ഇത്തരം മൃഗങ്ങളെ ഹത്യ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടോ? എന്റെ സുനിത, എത്ര വേണം? ഒരിടത്തൊന്നുമല്ല. നോക്കൂ, അതാ പറഞ്ഞത്, ഈ വാൽമീകി രാമായണം തുടക്കത്തിൽ ഇങ്ങനെ വരുമ്പോ ഇവരുടെ യാഗം നടക്കാൻ പോവുക. ആരുടെ? നമ്മുടെ ഈ പുത്രകാമേഷ്ടിക്ക് കൗസല്യ അമ്മയായിട്ടില്ല. അതിനു മുമ്പ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണേ. അപ്പൊ 300 പശുക്കള് എണ്ണം പറഞ്ഞിട്ടുണ്ട് ശ്ലോകത്തില്, ശ്ലോകസംഖ്യയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 300 പശുക്കള്, പിന്നെ അതുപോലെ കുതിരകള്, അതും കേമപ്പെട്ട കുതിരകളും അതും ഇതിനെയൊക്കെ അങ്ങനെ കൊല്ലാൻ വേണ്ടി യാഗത്തിനായിട്ട് കെട്ടിയിട്ടിരിക്കുക. ആ കെട്ടിയിട്ടടുത്തേക്ക് ആരവരെ കൊല്ലാൻ വരുന്നതെന്നറിയും? ഈ കൗസല്യ വാളും എടുത്ത് വന്ന്
ഇതിനെ കൊല്ലുന്നു. എങ്ങനെയാ? വളരെ സന്തോഷത്തോടു കൂടി 3 വാളുകൾ എടുത്തിട്ട് അവര് കൊന്നിട്ട് ഒരു കുതിരയുടെ കൂടെ അവര് ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞു. പശുവിനെ കൊന്നതിന്റെ പേരിൽ ഇവർക്ക് ആളെ കൊല്ലാം. അഹിംസയാണ് പരമധർമ്മം എന്ന് രാമായണത്തിൽ നിന്ന് വായിക്കാത്തവരെ സംബന്ധിച്ച് പശുവിനെ കൊല്ലുന്നത് എങ്ങനെ അഹിംസയാവുക? അപ്പൊ പശുവിനെ യാഗത്തിന് കെട്ടിയിട്ട പശുവിനെ 3 വാളുകൊണ്ട് അറുക്കുന്നത് വാൽമീകി രാമായണത്തിലാണല്ലോ ഉള്ളത്. സന്ദീപാനന്ദഗിരി പറയുന്നതല്ലല്ലോ. നമ്മൾ ശരിക്കും കേട്ടല്ലോ. സുനിത എന്ന് പറയുന്ന സഹോദരി ചോദിക്കുന്നു, നമ്മുടെ സ്വാമി എന്താ പറഞ്ഞതെന്നറിയോ? ഈ പറയുന്ന രാമായണത്തിൽ നിരവധി സ്ഥലങ്ങളിലുണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാനൊന്നും തയ്യാറല്ല. ഞാൻ അതിനുള്ള സാക്ഷ്യം സജ്ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരികയാണ്. കാരണം വെല്ലുവിളിക്കേണ്ടത് ആരോടാ? കളവ് പറയാത്ത നേരായ വഴിക്ക് സംവാദം നടത്തുന്ന ആൾക്കാരോടാ. വാ തുറന്നു കഴിഞ്ഞാൽ സനാതന ധർമ്മത്തിനെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പാടുപെടുന്ന ഇങ്ങനെയുള്ള ആൾക്കാരോട് സംവാദത്തിന് പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, അതിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, ഈ പറയുന്ന പുത്രകാമേഷ്ടി യാഗത്തിന് മുൻപ് കൗസല്യാദേവി 3 വാൾ ഉപയോഗിച്ചും കൊണ്ട് 300 പശുക്കളെയും അതുപോലെ കുതിരകളെയും കൊല്ലുന്നു. എന്നിട്ട് അന്ന് രാത്രി അതിലൊരു കുതിരയോടൊന്നിച്ച് ശയിക്കുന്നു. പിന്നീട് ഈ കൊല്ലപ്പെട്ട പശുക്കളെ യാഗത്തിൽ ഹോമിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിന് അദ്ദേഹം പറയുന്നത് വാൽമീകി രാമായണത്തിലാണ്. നമുക്കറിയാം, വാൽമീകി രാമായണത്തിലായാലും ഏത് രാമായണത്തിലായാലും പുത്രകാമേഷ്ടി യാഗം നടക്കുന്നത് ബാലകാണ്ഡത്തിലാണ് ഉള്ളത്. ഇത് ഡോക്ടർ എൻ ലീലാവതിയുടെ പരിഭാഷയാണ്. ഈ ലീലാവതിയുടെ പരിഭാഷ DC ബുക്കാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 3 വാള്യമാണ്. ഇതിൽ 1ാമത്തെ വാള്യമാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇതുകൂടാതെ വേറെയും വാൽമീകി രാമായണം എൻ്റെ കയ്യിലുണ്ട്. അതിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള 7 വാള്യമുള്ള ഒരു പുസ്തകമുണ്ട്. ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാരുടെ പുസ്തകവും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വാൽമീകി രാമായണത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചതേ ഉള്ളൂ. അതേ സമയത്ത് നമ്മുടെ ഈ സന്ദീപാനന്ദഗിരിയെപ്പോലെ അഗാധമായ പണ്ഡിതൊന്നും എനിക്കില്ല. ഞാനിങ്ങനെ സംശയം വരുന്ന സമയത്ത്, നമ്മളെ ദ്രോഹിക്കുന്ന സമയത്ത് അതിന് സംശയം തിരുത്താൻ നോക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ കാര്യമില്ല. അപ്പം ഇത് എവിടെയാണ് ഈ ഒരു ഭാഗം ഉള്ളത് എന്ന് കൂടി നമ്മൾ നോക്കണം. ബാലകാണ്ഡത്തിലെ 14ാമത്തെ സർഗത്തിൽ 30, 31, 32, 33, 34 ശ്ലോകങ്ങളിലൂടെയാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എന്നിട്ട് അതിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ പുത്രകാമേഷ്ടിയുടെ തൊട്ട് മുൻപായിട്ട് അശ്വമേധ യാഗം നടക്കുന്നുണ്ട്. ആ യാഗത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിലാണ് ശാസ്ത്രവിധി അനുസരിച്ച് ഋഷിമാർ ശാമിത്രങ്ങളായ എന്ന് പറഞ്ഞാൽ ബലി ചെയ്യാനുള്ളവ എന്നാണ് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഹയം, ജലചരങ്ങൾ. ഹയം എന്ന് പറഞ്ഞാൽ കുതിരയും, ജലചരങ്ങൾ എന്ന് പറഞ്ഞാൽ ജലത്തിൽ വസിക്കുന്ന ആമയും മറ്റു ജീവജാലങ്ങളും എന്നുള്ളതാണ്, അല്ലാതെ പശു എന്നുള്ളതല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിവയെ യുവഭക്തമാക്കി. ഈ കൂട്ടത്തിൽ ദശരഥൻ്റെ മേധാശ്വം ഉൾപ്പെടെ 300 ജീവികൾ യുവബദ്ധരായിരുന്നു എന്നാണ് പറയുന്നത്. 300ഓളം ജീവികളെ അവിടെ ബദ്ധരാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞതിലൊന്നും പശുവിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, ഗോവൊന്നും പറഞ്ഞിട്ടില്ല ഈ ശ്ലോകത്തിൽ. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഇദ്ദേഹം പറഞ്ഞതെന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കൗസല്യാദികൾ അമ്പസ് തെളിച്ച് ഹയത്തെ പരിചരിച്ച് വാളുകൾ കൊണ്ട് അംഗങ്ങളിലെല്ലാം സ്പർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പശുവിനെ എന്നല്ല പറഞ്ഞത്, 300 പശുക്കളെ കൊന്നു എന്ന് പറയുന്ന ഈ പറയുന്ന സന്ദീപാനന്ദഗിരി ആരെ പ്രീണപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? അതാണ് എനിക്കിവിടെ സംശയം തോന്നുന്നത്. അപ്പോൾ ആ ആമയും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെയൊക്കെ ഓരോ അംഗങ്ങളിലും വാളുകൊണ്ട് ഇങ്ങനെ സ്പർശിക്കുക മാത്രമാണ് ചെയ്തത്. അതിനെ കൊന്നതായിട്ട് ഇവിടെ പറയുന്നില്ല. രാമായണം മൂലഗ്രന്ഥമാണ്, വാൽമീകി രാമായണമാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നോക്കാം. 14ാം സർഗത്തിലെ 31, 32, 33, 34 ഒക്കെയുള്ള ശ്ലോകങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നർത്ഥം. എന്നിട്ടും ഈ ഹിന്ദുവിൻ്റെ മേക്കിട്ട് കയറാൻ ആരോടൊക്കെയോ ആചാരം വാങ്ങിച്ചിട്ട് അരയും തലയും മുറുക്കി വരുന്ന ഇത്തരക്കാരെ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്?
അദ്ദേഹത്തിന് നല്ല അറിവും കഴിവും പ്രാപ്തിയും ഒക്കെ ഉണ്ട്, നല്ല ഭഗവത്ഗീത ക്ലാസ്സൊക്കെ ആയിരുന്നു ഒരു കാലത്ത്. പക്ഷേ അദ്ദേഹത്തിന് എന്താ പറയണ്ടേ, ഭ്രാന്ത് പിടിച്ചു കഴിഞ്ഞാൽ ചങ്ങലക്കിടാൻ പറ്റും. ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ചാൽ എന്താകും? സനാതന ധർമ്മത്തിലൂടെയാണ് അദ്ദേഹം ഇന്ന് അറിയപ്പെടുന്ന നിലയിലേക്ക് എത്തിയത്. പക്ഷേ ആ സനാതന ധർമ്മത്തെ വ്യഭിചരിച്ചും കൊണ്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി ഇദ്ദേഹം എന്താണ് പറയുന്നത് കൂടി കേൾക്കണം. ഇതോടൊപ്പം ആ സുനിത എന്ന് പറയുന്ന സഹോദരിയോട് ചോദ്യത്തിന് പിന്നെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി നമ്മൾ കേൾക്കണം. ഞെട്ടിപ്പോകുന്ന പല കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കേൾക്കണം. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ സനാതന ധർമ്മ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ മറ്റുള്ളവർക്കൊക്കെ തന്നെ സനാതന ധർമ്മത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭാരതീയമായ ഇതിഹാസങ്ങളും പുണ്യഗ്രന്ഥങ്ങളിലും വളരെ മ്ലേച്ഛമായിട്ടുള്ള ദോഷകരമായ കാര്യങ്ങളാണ് ഉള്ളത് എന്ന് ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാർ പറയുമ്പോൾ എത്ര ആൾക്കാരത് വിശ്വസിക്കും? പലരും വിശ്വസിക്കും. സാധാരണക്കാരായ പലരും ഈ സ്വാമി പറയുന്നത് ശരിയാണ്, ഇത്രയും നീചമായ കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കും. അവിടെ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? 300 പശുക്കളെ കൗസല്യാദേവിക്ക് കൊല്ലാമെങ്കിൽ ഒരു പശുവിനെ ഇവിടെ കൊന്നതിൻ്റെ പേരിൽ എന്തിനാണ് ഒരാൾ അടിച്ചു കൊല്ലുന്നത് എന്നാണ് ചോദ്യം. നിങ്ങളുടെ വീരനായിട്ട് ശ്രീരാമൻ്റെ അമ്മക്ക് 300 ആളെ കൊല്ലാം, 300 പശുവിനെ കൊല്ലാമെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരൻ ഒരു പശു ഇറച്ചി വെച്ചതിൻ്റെ പേരിൽ കൊന്നിട്ടില്ലേ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു കാര്യവും അറിയാതെ നമ്മുടെ ആൾക്കാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ട് വിഘടിപ്പിച്ചിട്ട് അവരെയും ആശയപരമായും മാനസികമായും തമ്മിൽ തല്ലിക്കാനുള്ള ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത് എന്നർത്ഥം. നോക്കാം നമുക്കനി എന്താണ് പറയുന്നത്. ഇപ്പൊ വ്യാസരുടെ അധ്യാത്മരാമായണം എടുത്തു കഴിഞ്ഞാൽ സീത ഗംഗയോട് പറയുന്നുണ്ടല്ലോ, പെട്ടെന്ന് നദി കടന്ന് പോകുന്നത് അവിചാരിതമായിട്ടായിരുന്നു, അതുകൊണ്ട് അമ്മേ ഇപ്പൊ എനിക്ക് സൽക്കരിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, പക്ഷെ ഞാൻ പിന്നീട് മാംസത്തിന്റെ കാര്യമല്ല പറയുന്നത്. സീത മാംസവും പറയുന്നുണ്ട്, നല്ല വിശേഷപ്പെട്ട മദ്യവും പറയുന്നുണ്ട്. മദ്യവും മാംസവും നൽകി ഞാൻ വിധിയാവണ്ണം പൂജിച്ചു കൊള്ളാം എന്ന് സീതയെ കൊണ്ട് സീതാദേവിയിലൂടെ വ്യാസര് പറയുന്നു. അടുത്തത് എന്താണ് പറഞ്ഞതെന്നറിയോ? അധ്യാത്മരാമായണത്തെയാണ് കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്. അധ്യാത്മരാമായണം വാൽമീകി രാമായണത്തെ അവിടെ വെച്ചു. ഇനിയുള്ളത് അധ്യാത്മരാമായണം. ഈ അധ്യാത്മരാമായണത്തെക്കുറിച്ച് നമ്മുടെ ഈ പറയുന്ന സന്ദീപാനന്ദഗിരിയും എൻ്റെ കാഴ്ചപ്പാടും രണ്ടാണ് കേട്ടോ. സന്ദീപാനന്ദഗിരി മാത്രമല്ല, കേരളത്തിലുള്ള ഏകദേശം 90% വരുന്ന ആൾക്കാരുടെ അഭിപ്രായവും എൻ്റെ അഭിപ്രായവും അല്പം വ്യത്യാസമുണ്ട് എന്നർത്ഥം. ഞാൻ എപ്പോഴും യുക്തിപരമായി ചിന്തിച്ചിട്ട് മാത്രമേ കാര്യങ്ങൾ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ടാണ് ഈ അധ്യാത്മരാമായണത്തെക്കുറിച്ച് ഈ സന്ദീപാനന്ദഗിരി പറയുന്നത് പോലെ തന്നെയാണ് നമ്മളിവിടെ ഒരുവിധം എല്ലാവരും പറയുന്നത്, അധ്യാത്മരാമായണം എഴുതിയത് വേദവ്യാസനാണ് എന്ന്. വേദവ്യാസനാണ് എഴുതിയതെന്നും ആ അധ്യാത്മരാമായണം വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ടാണ് എഴുത്തച്ഛൻ അത് കിളിപ്പാട്ട് രൂപത്തിൽ എഴുതിയെന്നാണ് നമ്മളെല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ന് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേദവ്യാസനല്ല അധ്യാത്മരാമായണം എഴുതിയത് എന്നർത്ഥം. അത് രാമാനന്ദൻ, രാമദേവൻ, ബോധിദേവൻ എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന വൈഷ്ണവ സന്യാസിയായിട്ടുള്ള ആന്ധ്രയിലുള്ള ശ്രേഷ്ഠനായ ഒരു ബ്രാഹ്മണൻ എഴുതിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് കാരണം കൂടി ഉണ്ട് കേട്ടോ. കാരണം വ്യാസൻ എഴുതിയതാണ് മഹാഭാരതം, വ്യാസൻ്റെ തന്നെയാണ് ഭാഗവതവും. അപ്പോൾ വ്യാസൻ്റെ ഇത്തരം ഗ്രന്ഥങ്ങളിൽ രാമായണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. മഹാഭാരതത്തിലൂടെയും അതുപോലെ ഭാഗവതത്തിലൂടെയും രാമായണ കഥ പോകുമ്പോൾ അവിടെ കുംഭകർണനെ കൊന്നത് ലക്ഷ്മണനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന അധ്യാത്മരാമായണം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെ രാമായണത്തിലും അതുപോലെ തന്നെ അധ്യാത്മരാമായണം എന്ന് പറയുന്ന മൂലഗ്രന്ഥത്തിലുമുള്ളത് ശ്രീരാമൻ കൊല്ലുന്നതായിട്ടാണ്. അപ്പോൾ ശ്രീരാമൻ കൊല്ലുന്നതാണെന്ന് അധ്യാത്മരാമായണത്തിൽ പറയുമ്പോൾ വ്യാസൻ്റെ രാമായണത്തിൽ പറയുന്നത് എന്താണ്? ലക്ഷ്മണൻ കൊല്ലുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അധ്യാത്മരാമായണം ഈ പറയുന്ന വ്യാസൻ എഴുതിയതല്ല എന്ന് പറയാൻ ഒരു കാരണമുണ്ട് എന്നർത്ഥം. അതെന്തോ ആവട്ടെ, ഞാൻ ഏതായാലും നിങ്ങൾക്ക് മുന്നിൽ ഇവിടെ ഇദ്ദേഹം പറഞ്ഞ ഒരു ചോദ്യം അതെന്താണ്? അധ്യാത്മരാമായണത്തിൽ പറയുന്നു സീതാദേവി ഗംഗാനദി കടക്കുന്ന അവസരത്തിൽ ഗംഗാദേവിയോട് പറയുന്നത് ഇതേതാ കാണ്ഡം? അയോധ്യാകാന്ഡത്തിൽ. അയോധ്യാകാന്ഡത്തിൽ പറയുന്നത് എന്താണ്? സീത ഗംഗാനദി കടക്കുന്ന സമയത്ത് ഗംഗയോട് പറയാണ്, ഒരാപത്തും കൂടാതെ ഞങ്ങളെ അക്കരെ എത്തിച്ചു കഴിഞ്ഞാൽ, വിധിയാംവണ്ണം തിരിച്ചെത്തിക്കഴിഞ്ഞാൽ, ഒരു ആപത്തും കൂടാതെ ഞങ്ങൾ എപ്പോഴാണോ അയോധ്യയിലേക്ക് തിരിച്ചെത്തുന്നത് ആ കാലഘട്ടത്തിൽ വിധിയാംവണ്ണം മദ്യവും മാംസവും നൽകി പൂജ ചെയ്തോളാം എന്ന് പറയുന്നു. എവിടെ?
അധ്യാത്മരാമായണത്തിൽ പറയുന്നു എന്നുള്ളത്. അപ്പോൾ അധ്യാത്മരാമായണത്തിൽ പറയുന്നു എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് അതേ അധ്യാത്മരാമായണം തന്നെയാണ്. ഇതാണ് അധ്യാത്മരാമായണം മൂലഗ്രന്ഥം. നമ്മൾ വായിക്കുന്നത് ഈ ഗ്രന്ഥമല്ല. ഈ ഗ്രന്ഥം വായിച്ച് പ്രചോദനം ഉൾക്കൊണ്ടിട്ട് എഴുത്തച്ഛൻ്റെ ഭാവനയിൽ എഴുതിയതാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. ഇത് കിളിപ്പാട്ടല്ല, ഇത് അധ്യാത്മരാമായണം മാത്രമാണ്. അപ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടും ഈ ഗ്രന്ഥവും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. ഈ ഗ്രന്ഥത്തിലും ആ ഗ്രന്ഥത്തിലും മദ്യവും മാംസവും കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംശയം. എഴുത്തച്ഛൻ്റെ രാമായണം എല്ലാവരും വായിച്ചുകൊണ്ട് അതിലെല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. അപ്പം ഇത് ഈ ഗ്രന്ഥത്തിലെടുക്കാം. ഇത് മൂലഗ്രന്ഥമാണ്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദേവീ ഗംഗേ നമസ്തുഭ്യം നിവൃത്ത വനവാസത രാമേണ സഹിതാഹം ത്വാം ലക്ഷ്മണേന ച പൂജയേ ഇത്യുക്ത പരകുലം ത്വം ശനേരുത്തേര്യ ജഗന്മധു. ഇവിടെ അർത്ഥം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗംഗാദേവി അവിടുത്തെ അടിയനിതാ നമസ്കരിക്കുന്നു. വനവാസകാലം കഴിഞ്ഞ് രാമലക്ഷ്മണന്മാരും അടിയനും കേടുപാടുകളൊന്നും കൂടാതെ തിരിച്ചെത്തിയിട്ട് ഞങ്ങൾ ഗംഭീരമായ ഗംഗാപൂജ നടത്തുന്നുണ്ട്, രക്ഷിക്കണേ. ഇങ്ങനെയാണ് അവിടെ സീതാദേവി ഗംഗയോട് പറയുന്നത്. എന്നാൽ നമ്മുടെ സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന സന്യാസി ശ്രേഷ്ഠൻ പറയുന്നത് എന്താണെന്നറിയോ? കേടുകൂടാതെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എന്ത് തരാമെന്നാണ് പറഞ്ഞത്? മദ്യവും മാംസവും തന്ന് നിങ്ങളെ ഞാൻ പൂജിച്ചോളാം എന്ന്. ഇത് അധ്യാത്മരാമായണത്തിൻ്റെ മൂലഗ്രന്ഥത്തിലുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾക്ക് ആർക്കും ആ ഗ്രന്ഥം അറിയില്ല, കാണില്ല, കേൾക്കില്ല എന്നൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയ നുണപ്രചരണം നടത്തുന്നതിനുള്ള അവാർഡ് വാങ്ങാൻ സ്വാമി പ്രാപ്തനായി എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. ഈ പുസ്തകത്തിൻ്റെ ആ അവതാരികയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. വാൽമീകി മഹർഷി രാമായണം എഴുതിയതിനു ശേഷം സംസ്കൃതത്തിലും പ്രാദേശിക ഭാഷയിലുമായി ഉണ്ടായ പുനരാഖ്യങ്ങൾ അസംഖ്യമാണ്. ഇവയിൽ സർവപ്രധാനം അധ്യാത്മരാമായണമാണെന്ന് ഭക്തജനങ്ങൾ പൊതുവെ വിശ്വസിച്ചു വരുന്നു. വ്യാസകൃതമായ ബ്രഹ്മാണ്ഡ പുരാണത്തിൻ്റെ ഒരു ഭാഗമാണിതെന്ന് ചിലർ കരുതുന്നുണ്ട്. ഞാൻ കരുതുന്നില്ലേ. എന്നാൽ ആന്ധ്രാദേശീയനായ ബോധദേവൻ രചിച്ചതാണെന്നാണ് ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം എന്നാണ് ഇവിടെ പറയുന്നത്. അവിടെ കേട്ടെ. അപ്പോൾ ഈ സന്ദീപാനന്ദഗിരി എന്ന് പറയുന്ന ആള് എന്തിനാ ഈ പൊതുവേദിയിൽ വെച്ച് ഇത്ര മുട്ട നുണ അങ്ങ് ചാർത്തുന്നത്? ആരെ പ്രീതിപ്പെടുത്താനാണ്? ഇതിനു വേണ്ടി അദ്ദേഹത്തിന് എന്താണ് ലഭിച്ചിട്ടുള്ളത്? എത്ര സമ്പത്ത് കിട്ടിയിട്ടുണ്ടാവും? അതാണ് എൻ്റെ സംശയം. ഇദ്ദേഹം ഹിന്ദു വിരുദ്ധരുടെ കൈകളിലെ കളിപ്പാവയാണ്. ആ കളിപ്പാവ ആയതുകൊണ്ടാണ് ഈ രാമായണം പോലെയുള്ള പുണ്യഗ്രന്ഥത്തെ ഇത്രയേറെ വളച്ചൊടിച്ചിട്ട് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നത്. വളരെയേറെ വിഷമമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ വിഷമം തോന്നിപ്പോകുന്നു. ഇനി എന്താണ് അദ്ദേഹം പറയുന്നതെന്നും കൂടി നമുക്ക് കേൾക്കാം. അദ്ദേഹം ഇത് കൂടാതെ വേറെയും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ രാമൻ കൊല്ലുന്ന താടകയാണ്. താടകയൊക്കെ കൊല്ലുന്നത് ഈ വിശ്വാമിത്രൻ പറയുന്നുണ്ട്, രാമ നീ അങ്ങനെ ദയൊന്നും കാണിക്കണ്ടെന്നാ. കാരണം കൈയും കാലും ഒക്കെ വെട്ടി ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയാ, ഇനി വൈകി കഴിഞ്ഞാൽ സന്ധ്യയായി കഴിഞ്ഞാൽ ഇവർക്ക് ശക്തിയൊക്കെ കൂടും, അതുകൊണ്ട് ദയാവായ്പൊന്നും വേണ്ട, ഒന്നേക്കാൻ പറയുക. അപ്പൊ രാമൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് കൊല്ലുകയാണ്. രാമൻ ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നത് ഒരു സ്ത്രീയെയാണ് കൊല്ലുന്നത്. അങ്ങനെ തുടങ്ങി രാമൻ ഒരുപാട് സ്ത്രീകളെ കൊല്ലുന്നു. സ്ത്രീകളെ മാത്രമല്ല പലരെയും കൊല്ലുന്നുണ്ട്. കേട്ടില്ലേ? ഇവിടെ സ്ത്രീയെ വളരെയേറെ ബഹുമാനമാണ്. ഞാൻ സ്വാമിയുടെ പിന്നാമ്പുറ കഥകളിലേക്കൊന്നും കടക്കുന്നില്ല. സ്ത്രീ വിഷയത്തിൽ സ്വാമിക്കുണ്ടായ പ്രാവീണ്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ പല ആൾക്കാരും പല വേദികളിലും പറഞ്ഞതാണ്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്? താടകയെ കൊല്ലുന്നത് ശ്രീരാമൻ കയ്യും കാലും മുറിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു. അപ്പോൾ വിശ്വാമിത്രൻ വിളിച്ചു പറയുകയാണ്, അവളെ കൊന്നുകളയണം.
ഇവളോട് ദയ കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് പറഞ്ഞാൽ ശ്രീരാമൻ ആദ്യം തന്നെ കൊല്ലുന്നത് ഒരു സ്ത്രീയെയാണെന്ന് എടുത്ത് പറയുന്നു. ഇവിടെ വളരെ കൃത്യമായിട്ട് രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഏത് രാമായണം എടുത്ത് നോക്കിയാലും അത് കാണാൻ പറ്റും കേട്ടോ. അത് കമ്പരാമായണമായാലും എൻ്റെ കയ്യിലുണ്ട്, കൃത്തിവാസ രാമായണമുണ്ട്, അതിനകത്ത് ഇത് തന്നെയാണ് പറയുന്നത്. തുളസീദാസൻ്റെ രാമായണമുണ്ട്, അതിലും ഇത് തന്നെയാണ് പറയുന്നത്. ഈ അധ്യാത്മ രാമായണത്തിലും അതുപോലെ വാൽമീകി രാമായണത്തിലും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ താടകയെ കൊല്ലുന്നത് ശ്രീരാമൻ ആദ്യമായിട്ട് കൊല്ലുന്നത് താടകയെ തന്നെയാണ്. എന്നാൽ വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, ഈ താടക വസിക്കുന്ന വനത്തിലേക്ക് ശ്രീരാമചന്ദ്രൻ കടക്കുമ്പോൾ അവൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു. ആക്രമിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ബാലകന്മാരെ പിടിക്കാൻ വേണ്ടി കൈ ഓങ്ങുന്ന സമയത്ത് തന്നെ ഈ ശ്രീരാമനും ലക്ഷ്മണനും കൂടിയിട്ട് ഈ പറയുന്ന താടകയുടെ മൂക്കും ചെവികളും ഛേദിച്ചു കളയുന്നുണ്ട്. അവൾക്കൊരു ശിക്ഷ എന്ന രീതിയിൽ നീ പോയിക്കോളൂ, നീക്ക് രക്ഷപ്പെടാം, നിന്നെ ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇപ്പം തൽക്കാലം നീ ആക്രമിക്കാൻ വന്നുകൊണ്ട് നിനക്ക് ഈ ശിക്ഷ മാത്രം നൽകുന്നു എന്നിട്ട് പറഞ്ഞു വിടുമ്പോൾ അവൾ വീണ്ടും ആക്രമിക്കാൻ വരികയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ട് വാൽമീകി രാമായണത്തിൽ പറയുന്ന ഭാഗമാണ്. അങ്ങനെ പലതവണ ശ്രീരാമനും ലക്ഷ്മണനും ആട്ടി ഓടിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അവരെ ആക്രമിക്കാനും എന്തിനേറെ വിശ്വാമിത്രൻ സ്വാമിയായിട്ട് വിശ്വാമിത്രനെ പോലും കടന്നു പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് വിശ്വാമിത്രൻ പറയുന്നത്, ഇനി ഇവളോട് ദയ കാണിക്കേണ്ടതില്ല. അതിന് മുമ്പുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല സ്വാമി. അപ്പോൾ ഇനി ഇവളോട് ദയ കാണിക്കേണ്ടതില്ല, ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്യുന്നു. കാരണം പലതവണ ക്ഷമ കൊടുത്തിട്ടും മാറ്റി നിർത്തിയിട്ടും വീണ്ടും വീണ്ടും ആക്രമിക്കാൻ വരുന്നവളെ ഇനി ക്ഷമിക്കേണ്ടതില്ല, അവളെ കൊന്നു കളഞ്ഞേന്ന്. അങ്ങനെയാണ് ഈ പറയുന്ന താടകയെ കൊല്ലുന്നത്. ഇവിടെ ഒരു കാരണവുമില്ലാതെ ഈ കേരളത്തിലായാലും മറ്റുള്ള പല സ്ഥലത്തായാലും നിരപരാധികളെ കൊന്നൊടുക്കുമ്പോഴൊന്നും ഈ സ്വാമിക്ക് വായിൽ നാവുണ്ടായിട്ടില്ലേ? സാധാരണക്കാരായ എത്രയോ ആൾക്കാർ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും പീഡിപ്പിച്ച് കെട്ടിത്തൂക്കിയപ്പോൾ ഈ സ്വാമിയുടെ നാവിലെ അക്ഷരങ്ങൾ എവിടെ പോയി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അപ്പോഴൊന്നും ഇദ്ദേഹത്തിന് വിഷമമുണ്ടായിട്ടില്ല. ഈ ഒരു കാര്യം താടകയ എന്ന് പറയുന്നൊരു ദുഷ്ടകഥാപാത്രത്തെ കൊന്നതുകൊണ്ട് ശ്രീരാമൻ ആദ്യം കൊന്നത് അതാണെന്ന് ഇദ്ദേഹം വിലപിക്കുന്നൊരു കാഴ്ച കാണുമ്പോഴാണ് തോന്നുന്നത്. എത്രയെത്ര പാവങ്ങളെ ഇവിടെ കൊന്നു, പിഞ്ചു കുട്ടികളെ അടക്കം പീഡിപ്പിച്ചിട്ട്, സഹോദരിമാരെ പീഡിപ്പിച്ചിട്ട്, 90 വയസ്സുള്ള അമ്മമാരെ പോലും പീഡിപ്പിച്ച് കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് അതൊന്നും കാണുന്നില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. അപ്പോൾ ആ താടകയെ കൊല്ലുന്നതും ഈ ഒരു കാര്യത്തിലാണെന്ന് മനസ്സിലാക്കണം. ഇതെങ്കിലും സ്വാമി മനസ്സിലാക്കിയിട്ടുണ്ടാവും. രാമായണം നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞു, പക്ഷെ തെറ്റിദ്ധാരണ പരത്തരുത്. അതിനു മുമ്പ് ശ്രീരാമനെയും ലക്ഷ്മണനെയും വിശ്വാമിത്രനെയും പലതവണ ഉപദ്രവിക്കുന്ന കാഴ്ച നമ്മൾ കാണേണ്ടതാണ്. അതൊക്കെ കാണാത്ത ഈ ഒരു കാര്യം മാത്രം, അവസാനത്തെ വരി മാത്രം എടുത്ത് പറയുന്നത് ശരിയായ നടപടിയല്ല എന്നർത്ഥം. സന്ദീപാനന്ദഗിരി പറഞ്ഞത് എന്താണെന്നറിയോ? ഈ താടകയെ മാത്രമല്ല നിരവധി സ്ത്രീകളെ ശ്രീരാമൻ കൊന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി വന്നു എന്നൊരു സംശയം. രാമായണത്തിൽ മറ്റ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയെ ഈ ശ്രീരാമൻ കൊന്നതായിട്ട് കാണാൻ കഴിയില്ല. താടകയെ വധിക്കാനുണ്ടായ സാഹചര്യം ഞാൻ വിവരിച്ചു. അതിനുശേഷം ശൂർപ്പണഖയെ ചെവിയും മൂക്കും ഒക്കെ ഛേദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതും കൃത്യമായിട്ട് കാരണമുള്ളത് കൊണ്ടാണ്. ശൂർപ്പണഖ ഈ ശ്രീരാമൻ്റെ ആശ്രമത്തെങ്കിൽ വന്നിട്ട് പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഒരു സന്ദർഭമുണ്ട്. അത് എന്തിനാ ആ പ്രണയാഭ്യർത്ഥന നടത്തുന്നുള്ളത് കൃത്യമായിട്ട് രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. കമ്പരാമായണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് കമ്പരാമായണത്തിൽ പറയുന്നു. എന്താണെന്നറിയോ? ഈ പറയുന്ന ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും കൂടി ഒന്നിച്ചു കഴിയുന്ന പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ശൂർപ്പണഖയുടെ മകൻ ശംഭുകുമാരൻ, അദ്ദേഹം ഈ സീതാദേവിയുടെ സൗന്ദര്യം കണ്ട് ആകൃഷ്ടനായിട്ട് ശ്രീരാമനും ഈ ലക്ഷ്മണനും ഇല്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും സീതാദേവിയെ അപഹരിക്കണമെന്നുള്ള ദുഷ്ടചിന്തയോടുകൂടി ഈ ആശ്രമത്തിൻ്റെ പരിസരത്ത് ഒരു കരിന്താളി വൃക്ഷമായിട്ട് അവിടെ നിന്നു എന്നാണ് പറയുന്നത്. ഈ കരിന്താളി വൃക്ഷത്തെ സാക്ഷാൽ ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ് വെട്ടി നശിപ്പിക്കുകയാണ് ചെയ്തത്, കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്. ആ വെട്ടി നശിപ്പിച്ചപ്പോൾ അവിടെ ഈ ശംഭുകുമാരൻ കൊല്ലപ്പെടുകയും തൻ്റെ മകനെ കൊന്ന ആളോട് പ്രതികാരം ചെയ്യുക എന്നുള്ള ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ശൂർപ്പണഖ ഇവിടെ സുന്ദരി വേഷത്തിൽ വന്ന് ശ്രീരാമനോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളും. അപ്പോൾ അവർ സുന്ദരിയുടെ രൂപത്തിൽ വന്നപ്പോൾ യഥാർത്ഥ രൂപം എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയാണ്
ഇവർ ഇത്തരത്തിൽ ശ്രീരാമനും ലക്ഷ്മണനും കൂടി അവിടെ ആ ഒരു നാടകം അരങ്ങേറുന്നതെന്ന് കൃത്യമായിട്ട് രാമായണത്തിൽ വിവരിക്കുന്നുണ്ട്. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. അപ്പോൾ ആ ശൂർപ്പണഖയോട് ഇത്തരത്തിൽ നാസികാഛേദം ചെയ്തതായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്. മറ്റൊരൊറ്റ സ്ത്രീകളെയും ദ്രോഹിച്ചതായിട്ട് രാമായണത്തിൽ കാണാൻ കഴിയില്ല. എന്നിട്ടാണ് ഈ സന്ദീപാനന്ദൻ പറയുന്നത് ശ്രീരാമൻ നിരവധി സ്ത്രീകളെ കൊന്നിട്ടുണ്ട് എന്ന്. ഇനി ഇതേ സ്വാമി വീണ്ടും ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അതും കൂടി നമ്മൾ കേൾക്കണം, എന്നാൽ മാത്രമേ ഇതിനൊരു പൂർണ്ണത ഉണ്ടാവൂ എന്നും കൂടി അർത്ഥം. നമുക്കതും കൂടി കേൾക്കാം. ശംഭൂകനെ കൊല്ലുന്നത് ഒരു കഴിവുള്ള ഒരാളാണെങ്കിൽ നമ്മൾ പോലും എന്താണ് ഒരു കൗൺസിലിംഗ് കൊണ്ടല്ലേ ഏറ്റവും ഒരാളെ നേരെയാക്കി എടുക്കാൻ പറ്റുന്ന ഒരവസരമെങ്കിലും കൊടുക്കണ്ടേ. വാത്മീകി രാമായണത്തിൽ ശംഭൂകന്റെ വധം വളരെ വളരെ ഭയാനകമായിട്ടുള്ള ആളാണ്. ശംഭൂകൻ എന്ന് പറഞ്ഞാൽ ആള് തപസ് ചെയ്യാണ്. അപ്പൊ ഇവരോട് ആരോ പറഞ്ഞു കൊടുത്ത് ഈ കുട്ടികളൊക്കെ മരിക്കുന്നത് ഇങ്ങനെ ഏതോ ഒരുത്തൻ ശൂദ്രൻ തപസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ശൂദ്രന് തപസ് ചെയ്യാൻ അധികാരമില്ല. അന്വേഷിച്ചു പോയിട്ട് ഇയാൾ ഇന്നടത്താണെന്ന് കണ്ടെത്തി. അവസാനം രാമൻ പോയി. രാമൻ അയാളോട് ചോദിക്കുകയാണ്, നീ ആരാണ്? ഞാൻ ഇന്ന ആളാണ്. കൃത്യം ഒരു കാര്യവും മറയ്ക്കാതെ ഒളിച്ചു വെക്കാതെ സത്യസന്ധമായി സത്യത്തിന്റെ പ്രതിരൂപമായിക്കൊണ്ട് ശംഭൂകൻ അവിടെ നമ്മൾ കാണുന്നുള്ളൂ. അയാൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അയാൾ അയാളുടെ നിലയിൽ അയാളുടെ സ്ഥലത്ത്, വല്ല വള്ളിപ്പറമ്പിലല്ല, അയാളുടെ സ്വന്തം സ്ഥലത്ത് അയാൾ തല കീഴായിട്ട് ഒരു മരത്തിന്റെ മുകളിൽ കെട്ടി തൂങ്ങി താഴേക്ക് ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നില്ലേ? എന്തൊക്കെ ചെയ്യുന്നു? അത് വളരെ കറക്റ്റാണ്. ഓരോരുത്തരും എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കറക്റ്റാണ്. ആശ്രമം കത്തിക്കുന്ന ആൾക്കാരുണ്ട്, സ്വന്തം കാറ് കത്തിക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ വളരെ കറക്റ്റാണ്. പറയൂ. സാഹസികമായ ഒരു കാര്യം ചെയ്യുന്നു. അപ്പൊ ഇയാളെ വിളിച്ചു വരുത്തിയിട്ട് അയാളുടെ മര്യാദയിൽ അയാൾ പേര് പറഞ്ഞു. അയാൾ എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഇതിന്റെ പ്രാപ്തി, ഇതിന്റെ മോക്ഷം ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പൊ നീ ഏത് കുലത്തിലാന്ന് ചോദിച്ചപ്പോ ശൂദ്രനാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ മുമ്പ് വാളെടുത്ത ഒറ്റ വിട്ടാണ്. മോനെ, ഇത് നിനക്ക് ഇതിന് അധികാരമൊന്നുമില്ല, മേലിൽ നീ ഇത് ചെയ്യണ്ട, ഇപ്പൊ ഞാൻ വെറുതെ വിടുന്നു, ഇനി മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാൻ ശരിയാക്കും. ഒരിക്കലെങ്കിലും നമ്മളിപ്പോ ഈ ഒരു നിയമം കൊണ്ടുവരുമ്പോ ഹെൽമെറ്റിന്റെ നിയമം പുതുതായിട്ട് വരുമ്പോ പോലീസ് എങ്കിലും പറയാറുണ്ട്, ഇതാ ഇപ്പൊ ഞാൻ വിട്ടു, ഇനി കാണാൻ പാടില്ല എന്ന്. ഏതൊരു കാര്യത്തിലും ഉണ്ടല്ലോ, ഒരു ലോക നിയമത്തിലില്ലേ? അപ്പൊ അത്തരം നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന ഒരാള് എങ്ങനെ ഈശ്വരനാകുന്നു? ഇവിടെ നമ്മുടെ സന്ദീപാനന്ദഗിരി പറയുന്നത് എന്താണെന്നറിയോ? ശംഭുകവധം. ഒരു ശൂദ്രൻ തപസ് ചെയ്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ തലവെട്ടിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ശംഭുകൻ. അപ്പോൾ അദ്ദേഹം ചെയ്തെന്താ? മോക്ഷം കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു തപസ് ചെയ്തു, അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വെച്ച് തപസ് ചെയ്തു. ആ അവസരത്തിൽ ശൂദ്രന് തപസ് ചെയ്യാൻ അധികാരമില്ല, മോക്ഷത്തിലേക്ക് പോകാൻ അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ വെട്ടിക്കൊന്നു, ഒരു കാര്യം പോലും ചോദിക്കാതെ. അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ശംഭുകൻ എന്ന ശൂദ്രനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ശൂദ്രനാണെന്ന് കേൾക്കുന്ന അവസരത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ യഥാവിധി ഒരാളെ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹത്തിനൊന്ന് ഉപദേശിക്കലേ കൊണ്ട് ഒരു രാജാവ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തല വെട്ടിക്കളയുകയാണോ വേണ്ടത്? ഇത്രയും നീചനായ വ്യക്തിയാണോ ശ്രീരാമൻ? അപ്പോൾ ശ്രീരാമൻ എന്ന് പറയുന്നത് കൊലയ്ക്ക് പിന്തുണ കൊടുക്കുന്ന, നേതൃത്വം കൊടുക്കുന്ന ഒരു ദേവനാണ്. അങ്ങനെ കൊലപാതകത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആ ദേവനെയാണ് ഇന്ന് ഇവിടെയുള്ള ഭാരതത്തിലുള്ള ഒരു കൂട്ടം ആൾക്കാർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. അവരുടെയും ലക്ഷ്യം കൊല തന്നെയാണ്, മറ്റുള്ളവരെ കൊന്നൊടുക്കുക, താഴ്ന്ന ജാതിക്കാരെ കൊന്നൊടുക്കുക. എന്തൊക്കെ വിധത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത് എന്നർത്ഥം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളൊരു ഭാഗമാണിത് കേട്ടോ. രാമായണത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ടിട്ടുള്ളൊരു ഭാഗം. ഇതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് നമ്മുടെ ഓരോ സനാതനധർമ്മ വിശ്വാസിയും മനസ്സിലാക്കേണ്ടതുണ്ട്, രാമായണത്തിലെ ശംഭുകവധം എന്താണ് എന്നുള്ളത്. ഇതിൻ്റെ മറുപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ശംഭുകവധം എന്ന് പറയുന്ന ഭാഗം രാമായണത്തിൽ പിന്നീട് എഴുതി ചേർത്തിട്ടുള്ള ഭാഗമാണ്. കൃത്യമായിട്ട് പറയാം, ഞാൻ തെളിവുകൾ അടക്കം നിരത്തിക്കൊണ്ടാണ് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഞാൻ ഈ സന്ദീപാനന്ദഗിരി പറയുമ്പോൾ കളവ് പറയുകയോ കാടടച്ച് വെടിവെക്കുകയോ അല്ല ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ അത് കുറച്ച് ക്ഷമയോടുകൂടി എല്ലാവരും ഈ ഭാഗം കേൾക്കണം. നമുക്കറിയാം, മുഹമ്മദ് ഗോറി ഭാരതത്തെ ആക്രമിച്ച് പൃഥ്വിരാജ് ചൗഹാനോട് ഏറ്റുമുട്ടി പലതവണ പരാജയപ്പെട്ടപ്പോൾ ഈ പൃഥ്വിരാജ് ചൗഹാൻ അദ്ദേഹത്തിനെ വെറുതെ വിട്ടതിൻ്റെ ദുഷിച്ച ഫലമാണ് പിന്നീട് ഈ രാമായണം അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്നത്.
ഈ മുഹമ്മദ് ഘോറി രാത്രിയുടെ അന്ത്യയാമത്തിലാണ് അവസാന നിമിഷത്തിൽ ഒരു തവണ ആക്രമിച്ചിട്ട് പൃഥ്വിരാജന്റെ ഈ രാജ്യം മുഴുവൻ പിടിച്ചെടുക്കുന്നത്. പിന്നെ ഇവിടെ ഭരണം സ്ഥാപിച്ചിട്ടുള്ള മുഹമ്മദ് ഘോറിയുടെ ആൾക്കാർ ആദ്യം ചെയ്തത് ഇവിടെയുള്ള സാധാരണക്കാരായ ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അതിന് എന്ത് ക്രൂരകൃത്യവും ചെയ്യാൻ അവർ തയ്യാറായിരുന്നു. പിടിച്ചു കൊണ്ടുപോയിട്ട് വളരെ മോശമായ രീതിയിൽ അവരെ മതപരിവർത്തനത്തിന് ആക്കം കൂട്ടി, കൊന്നുകളഞ്ഞു, പീഡിപ്പിച്ചു, മറ്റു പലതരത്തിലും. എന്നിട്ടൊന്നും ഇവരിൽ നിന്ന് ഒരു മാറ്റമല്ല. ആഴത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇവരുടെ ചിന്താധാരയെ മാറ്റാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ അവർക്ക് തോന്നിയ എന്താണ്, ഇവരുടെ ഏറ്റവും വലുത് ഇവരുടെ സംസ്കാരമാണ്. ആ സംസ്കാരത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഇവരുടെ അമൂല്യമായ ഗ്രന്ഥശേഖരമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ പറയുന്ന മുഹമ്മദ് ഘോറിയുടെ സർവ്വസൈനാധിപനായിട്ടുള്ള കുത്തബ്ദീൻ ഐബക്ക്, ഈ കുത്തബ്ദീൻ ഐബക്കിന്റെ അടിമയായിട്ടുള്ള സൈനാധിപനായിരുന്നു മുഹമ്മദ് ബക്തിയാർ ഖിൽജി. ചരിത്രം എടുത്ത് നോക്കാം നമുക്ക് ആർക്ക് വേണമെങ്കിലും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സർവകലാശാലയായിട്ടുള്ള തക്ഷശില സർവകലാശാലയും വിക്രംശില സർവകലാശാലയും അടക്കമുള്ള നിരവധി സർവകലാശാലകൾ അഗ്നിക്കിരയാക്കിയത് ഈ മുഹമ്മദ് ഘോറിയുടെ നേതൃത്വത്തിൽ മുഹമ്മദ് ബക്തിയാർ ഖിൽജിയായിരുന്നു. അങ്ങനെ ആ കൂട്ടത്തിൽ അമൂല്യമായ എല്ലാ ഗ്രന്ഥശേഖരങ്ങളും നശിപ്പിച്ചപ്പോൾ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെയുള്ള ഓരോ ഭാരതീയൻ്റെയും ഋഷിതുല്യരായ ആൾക്കാരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ഇങ്ങനെ ഓർത്ത് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറഞ്ഞു കിടക്കുന്നുണ്ട് എന്ന്. പക്ഷെ അദ്ദേഹത്തിന് അത് പിന്നീട് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ? കൂലി എഴുത്തുകാരെ വെച്ചിട്ട് അവർ പിന്നീട് ഓരോ ഗ്രന്ഥങ്ങളും എഴുതിയുണ്ടാക്കി. എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ മുന്നിൽ കാണുന്ന ഈ സന്ദീപാനന്ദഗിരിയെ പോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, അറിവുണ്ട്, പക്ഷേ അതിൽ എന്ത് മായം ചേർക്കാനും മടിയില്ലാത്ത ഇത്തരം ആൾക്കാർ വെച്ചും കൊണ്ട് അവരെന്ത് ചെയ്തു? പുതിയ രാമായണം, അതുപോലെ തന്നെ പല ഗ്രന്ഥങ്ങളും, പല ഗ്രന്ഥങ്ങളിലും മനുസ്മൃതിയിലടക്കം അവർ എഴുതി ചേർത്തു പല കാര്യങ്ങളും. ഇന്ന് ചൈനയിൽ നമുക്ക് കാണാൻ കഴിയും. ചൈനയിൽ ഖുറാൻ ചൈന സർക്കാർ നിരോധിക്കുകയും അവരുടേതായ രീതിയിൽ ചൈന സർക്കാരിൻ്റെ രീതിയിൽ ഖുറാൻ പ്രസിദ്ധീകരിച്ചു ഉണ്ടാക്കി. അതിൽ ചൈനക്ക് അനുകൂലമായ വിധത്തിലാണ് ഇതിൽ പല കാര്യങ്ങളുള്ളത്. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഖുറാൻ അല്ല എന്നാണ് എൻ്റെ അറിവ്. കാരണം അവർ ഒരു കാരണവശാലും അവർക്കെതിരാവരുത് എന്നുള്ള ചിന്ത. അതേപോലെയാണ് ഈ പറയുന്ന മുഹമ്മദ് ഘോറിയുടെ കാലഘട്ടത്തിൽ ഈ രാമായണത്തിലും കൈകടത്തിൽ വന്നത്. അവരുടെയും ആരാധനാ കഥാപാത്രമായിട്ടുള്ള സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ കേവലം ഒരു ജാതി ഭ്രാന്തനാണ്, മുമ്പും പിമ്പും നോക്കാതെ സാധാരണക്കാരെ ശിക്ഷിക്കുന്നവനാണ്, ക്രൂരനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ശ്രീരാമനോടുള്ള ബഹുമാനം എല്ലാവർക്കും കുറയുകയും ഹിന്ദു ദേവതകളോടും അതോടൊപ്പം അവരുടെ ആരാധനാമൂർത്തികളോടും അവർക്കുണ്ടാകുന്ന മമത ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഹിന്ദു ദേവീ ദേവന്മാരെ കുറിച്ച് ഇത്ര മോശമായി ചിത്രീകരിക്കാൻ ഈ കൂട്ടർ തുനിഞ്ഞത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്ന് വെച്ചാൽ ഏകദേശം 800 വർഷക്കാലത്തോളമായിട്ട് ഇതിലേക്ക് കയറിക്കൂടിയ സാധനം. അപ്പോൾ ആ കൂലി എഴുത്തുകാർ ഇതിൽ എഴുതി ചേർക്കുന്ന അവസരത്തിൽ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല ഇത് ഫലവത്താകില്ല എന്ന്. ശംഭുകവധം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നു, എത്ര കണ്ട് ശരിയാണ് ഇത് എന്നല്ലേ. ഒന്ന് നമ്മൾ യുക്തിപൂർവ്വം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ ശംഭുകവധം എന്ന് പറയുന്നത് ത്രേതായുഗത്തിൽ നടക്കുന്ന സംഭവമാണ്. ഈ ത്രേതായുഗത്തിൽ നടക്കുന്ന സംഭവത്തിൻ്റെ ആ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരേണ്ടത്. ഇതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കണം. ഒരു ശൂദ്രൻ, അന്ന് ജാതി ഭേദങ്ങളില്ല, പക്ഷെ ഇവർ ചിന്തിച്ച് എന്താണ്, ഇവരുടെ ഇടയിൽ ജാതി ചിന്തകൾ വന്നാൽ മാത്രമേ ഇവർ വിഘടിക്കുകയുള്ളൂ. വൈശ്യനെന്നും ശൂദ്രനെന്നും ഒക്കെ പറഞ്ഞ് ഇവരെ തമ്മിലടിപ്പിച്ച് അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ അതിലൊരു വിഭാഗത്തെ നമ്മുടെ മതത്തിലേക്ക് എത്തിച്ചേർക്കാം എന്നുള്ള ചിന്തയാണ് ഇവർ ശൂദ്രനെന്നും വൈശ്യനെന്നും ഒക്കെ പറഞ്ഞ് ഇവർ ജാതി ചിന്തകൾ അവിടെ വിത്തിറക്കുന്നത്. എന്നാൽ രാമായണത്തിൻ്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ആചാരം ശൂദ്രനെന്നോ വൈശ്യനെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തകൾ ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന ഉത്തര രാമായണം എന്ന് പറയുന്ന ആ ഭാഗത്ത് ശംഭുകവധത്തിൽ വളരെ വ്യക്തമായിട്ട് ശൂദ്രൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് കൂട്ടിച്ചേർത്തതിൻ്റെ ഭാഗമായിട്ടാണ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ശൂദ്രൻ എന്നുള്ള വാക്ക് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നിഷാദ രാജാവായിട്ടുള്ള ഗുഹനെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഈ ഗുഹനെ ഈ സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ ഈ വനത്തിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ഈ ശ്രീരാമചന്ദ്രൻ തോണി കടത്തുന്നത്, ഗംഗാനദി കടത്തുന്നത് ഗുഹനാണെന്ന് പറയുന്നുണ്ട്. ആ ഗുഹനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്ത് സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് പിടിച്ച ഒരു ഭാഗം നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയും. ആരാ? ഇവർ ഈ പറഞ്ഞ ശൂദ്രഗണത്തിൽപ്പെട്ടതാ.
അപ്പൊ ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും രാമരാവണ യുദ്ധത്തിന് ശേഷം അയോധ്യയിലേക്ക് എത്തിയ ഗുഹന് നിരവധി സമ്മാനങ്ങൾ നൽകി യാത്രയാക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അപ്പോൾ അത് ശൂദ്രനോട് മോശമായി ചിന്തിക്കുന്ന ഒരാളാണ് ശ്രീരാമനെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? ഇതൊന്നല്ല. ഇവിടെ അതല്ലല്ലോ വിഷയം. ഇവിടെ പറഞ്ഞെന്താ, ശൂദ്രന് തപസ് ചെയ്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ ആ ശിക്ഷ കൊടുത്തതെന്നാ. എന്നാൽ ശൂദ്ര സ്ത്രീയായിട്ടുള്ള ശബരി തപസ് ചെയ്തപ്പോൾ എന്തുകൊണ്ട് ശ്രീരാമൻ അവരെ കൊന്നുകളഞ്ഞില്ല? ശൂദ്ര സ്ത്രീ എന്ന് പറയുമ്പോൾ അവർ കൃത്യമായും കാട്ടാള സ്ത്രീയാണ്, വേടത്തിയാണ്. അവരുടെ ശരിയായ പേര് ശ്രവണ എന്നാണ്. ഈ ശ്രവണയുടെ മറ്റൊരു പേരാണ് നീലി എന്നുള്ളത്. ഈ ശ്രവണയാണ് ശബരി എന്ന പേരിൽ ആശ്രമം കെട്ടി മാതംഗ ആശ്രമത്തിൽ ആ മാതംഗ മഹർഷിയുടെ ശിക്ഷയായിട്ട് തപസ് ചെയ്ത് മോക്ഷത്തിലേക്ക് എത്തിയത്. ആ ശബരി മോക്ഷത്തിലേക്ക് എത്താൻ തപസ് ചെയ്തുവെങ്കിൽ ശംഭുകനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഈ ഭാഗം അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ അറിയാതെ പോവുകയും ഭഗവാന്റെ ലീലകളാണ്. കാരണം ആ ഭാഗം അവിടെ ഉണ്ടായിട്ട് ഇവിടെ ഈ ഒരു ഭാഗം വരുമ്പോൾ ശംഭുകൻ എന്ന് പറയുന്ന ഒരാൾ തപസ് ചെയ്തു മോക്ഷത്തിലേക്ക് എത്താൻ തപസ് ചെയ്തുകൊണ്ട് ശ്രീരാമൻ കൊന്നു കളഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് യുക്തിക്ക് വിചാരിക്കാൻ പറ്റുമോ, ചിന്തിക്കാൻ പറ്റുമോ? അത് കൂട്ടിച്ചേർത്തതല്ല എന്ന് എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. 100% ആ ഭാഗം കൂട്ടിച്ചേർത്തതാണ്. ഇനി ആ ഭാഗത്തുള്ള മറ്റൊരു 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. രാമായണത്തിലെ ഈ പറയുന്ന എം ലീലാദേവിയുടെ തന്നെ ഇത് 3-ാം ഭാഗമാണ്, 3-ാം വാളിയമാണ്. ഞാൻ നേരത്തെ 1-ാം ഭാഗം കാണിച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇതൊന്നും നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒന്നാമത് നമുക്ക് എല്ലാവർക്കും ഈ പുസ്തകങ്ങളൊന്നും വാങ്ങിച്ച് വായിക്കാനുള്ള സമയവുമില്ല, അത്രയും വലിയ സാമ്പത്തികവുമില്ല. അതൊക്കെ കൊണ്ടാണ് പലരും ഇതിൻ്റെ പുറകെ പോകാത്തത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് 73-ാം സർഗത്തിൽ ആണ് ശംഭുക കഥ പറയുന്നത്. ഏത് ഉത്തര രാമായണത്തിലെ 73-ാം സർഗത്തിലാണ് ശംഭുകൻ്റെ കഥ ആരംഭിക്കുന്നത്. അതിൽ 74-ാം സർഗത്തിൽ 8 മുതൽ 8, 9, 10, 11, 12 മുതൽ അങ്ങോട്ട് 20 വരെയുള്ള ശ്ലോകങ്ങളിൽ ഇത് കൃത്യമായി വർണ്ണിക്കുന്നുണ്ട് ശംഭുകനുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വായിച്ചത് കേൾപ്പിക്കാം. ഇതിലെ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഈ ദ്വാപര യുഗത്തിൽ വൈശ്യന്മാരും തപസ് തുടങ്ങി എന്നാണ്. ചിന്തിക്കണം, എന്താ പറഞ്ഞത്? ഈ ദ്വാപര യുഗത്തിൽ വൈശ്യന്മാരും തപസ് തുടങ്ങി എന്ന് വെച്ചാൽ ഇത് ത്രേതായുഗത്തിലെ ഇവർ സംസാരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ദ്വാപര യുഗത്തിൽ വൈശ്യന്മാരും തപസ് തുടങ്ങാൻ പോകുന്നു എന്നല്ല, അല്ലെങ്കിൽ തുടങ്ങുമെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ ഭാവിയിൽ ചെയ്യുമെന്നല്ല. ഇവിടെ പറയുന്നത് എന്താ? ഈ ദ്വാപര യുഗത്തിൽ വൈശ്യന്മാരും തപസ് തുടങ്ങി. അപ്പോൾ 3 യുഗം കൊണ്ട് 3 വർണ്ണത്തിൽപ്പെട്ടവരും തപസ്സിൽ ആവേശം കൊണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ദ്വാപര യുഗത്തിൽ തപസ് ചെയ്തു എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പറയണമെങ്കിൽ വരാൻ പോകുന്ന ഭാവിയിലുള്ള കാര്യമാണ്. അവർ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് വലിയൊരു തെറ്റിൻ്റെ കൂമ്പാരമാണ് ശംഭുകവധം എന്ന പേരിൽ ഇന്ന് രാമായണത്തിൽ, ഉത്തര രാമായണത്തിൽ കൂട്ടിച്ചേർത്ത ഭാഗത്തുള്ളത്. നിർഭാഗ്യമെന്ന് വരട്ടെ, നമ്മൾ ആ ശംഭുകവധം വായിക്കാറില്ല. പക്ഷെ പലരും വിളിച്ചു പറയുമ്പോൾ നമ്മൾ വായിച്ച എഴുത്തച്ഛൻ്റെ രാമായണത്തിലും മറ്റുള്ള ഭാഗത്താണ് നമ്മളിത് കേൾക്കുന്നത്. 800 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ എല്ലാ പുണ്യഗ്രന്ഥങ്ങളും നശിപ്പിച്ച് അവർ തയ്യാറാക്കിയ രാമായണമാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ആ രാമായണത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് 500 വർഷത്തിനിപ്പുറം ഈ പറയുന്ന ബാക്കി എല്ലാ രാമായണങ്ങളും വന്നിട്ടുള്ളത്. ഈ പറയുന്ന നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. കമ്പരാമായണമാകട്ടെ, കൃത്തിവാസ രാമായണമാകട്ടെ, തുറവൈ രാമായണമാകട്ടെ, അതുപോലെ തന്നെ തുളസീദാസ രാമായണമാകട്ടെ, കണ്ണശ രാമായണമാകട്ടെ, എഴുത്തച്ഛൻ്റെ രാമായണമാകട്ടെ, അധ്യാത്മ രാമായണമാകട്ടെ, എല്ലാ രാമായണങ്ങളും വന്നത് ഒരു 600 കൊല്ലത്തിനിപ്പുറം. അതിനേക്കാളും 200 കൊല്ലം മുന്നേ ഇത് എന്തായി? കൂട്ടിച്ചേർക്കലുകൾക്ക് വിധേയമായി. അതുകൊണ്ടാണ് ഇത്തരം രാമായണങ്ങളിൽ ഇങ്ങനെ ഒരു ഭാഗം എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പോലും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, മൂലഗ്രന്ഥം വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതുവരെയുള്ള ഭാഗങ്ങൾ. ശബരി എന്ന് പറയുന്ന സ്ത്രീ തപസ് ചെയ്തിട്ടുണ്ട്, മോക്ഷപ്രാപ്തി നേടിയിട്ടുണ്ട്. ത്രേതായുഗത്തിൽ വൈശ്യൻ തപസ് ചെയ്തിട്ടുണ്ട്, അന്തമുനിയും ശ്രവണകുമാരനും അതിന് തെളിവാണ്. അങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. എന്തിനേറെ പറയുന്നു, സാക്ഷാൽ രത്നാകരനാകുന്ന വാൽമീകി പോലും ആരായിരുന്നു? ശൂദ്രനായിരുന്നില്ലേ? അദ്ദേഹം പോലും തപസ് ചെയ്തിട്ടല്ലേ ബ്രാഹ്മണനായത്?
അപ്പോൾ അത് മഹാപാപമാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ എത്ര കണ്ട് നമുക്ക് നിരക്കാൻ പറ്റും? അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഏത് വിധേനയും താൻ ആരോടാണോ കൂറ് പുലർത്തേണ്ടത്, ആരോടാണോ പണം വാങ്ങിച്ചിട്ടുള്ളത്, ആരോടാണോ അല്ലെങ്കിൽ ഈ ഹിന്ദുത്വത്തിന് എന്തിനാണോ എതിർക്കേണ്ടത്, അതൊക്കെ കൃത്യമായിട്ട് പൈസ വാങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവല്ലോ. അപ്പോൾ അവരോട് കൂറ് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ സന്ദീപാനന്ദഗിരി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് തോന്നിപ്പോകുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കള്ളം പടച്ചു വിടേണ്ടത്? ഇത് കള്ളമാണെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അല്ലാതെ ഇതിൻ്റെ ശരിയായ ഭാഗത്ത് നിന്നും അടർത്തിയെടുത്തിട്ട് അതിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാകില്ല ഇത് കള്ളമാണെന്ന്. അപ്പോൾ പറയാനുള്ളത് സന്ദീപാനന്ദഗിരിയോടാണ്. അങ്ങേക്ക് നല്ല അറിവും കഴിവും പ്രാപ്തിയും ഉണ്ട് എന്ന് എനിക്ക് നേരിൽ അറിയാം. അങ്ങേക്ക് ചിലപ്പോൾ എന്നെ തിരിച്ചറിയണമെന്നില്ല, പക്ഷേ എനിക്ക് അങ്ങേ നല്ലതുപോലെ അറിയാം. മുമ്പ് വർഷങ്ങൾക്ക് മുന്നേ അങ്ങ് ചിന്മയ മിഷനിലുണ്ടായ സമയത്ത് അതിൽ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിൽ അങ്ങ് ക്ലാസ് എടുക്കാൻ വരാറുണ്ട്. ആ ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്ന അവസരത്തിൽ ഞാനും അങ്ങയുടെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ അങ്ങ് ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. അങ്ങേക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്. അങ്ങയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ അടിപൊളി ക്ലാസ്സാണ്. ഞാൻ എല്ലാവരും തുറന്നു പറയാം, സൂപ്പർ ക്ലാസ് ആയിരുന്നു. അതിലങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഉദരനിമിത്തം ബഹുകൃത വേഷക എന്ന് പറഞ്ഞ് വളരെ വിശദമായിട്ട് അതിനെ വിസ്തരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അത് തന്നെയാണോ അങ്ങേക്കുള്ളത് എന്നൊരു സംശയം. വയറ്റിപ്പിഴപ്പിന് വേണ്ടിയാണോ അങ്ങ് ഈ കാഷായ വസ്ത്രം എടുത്ത് ധരിച്ചിരിക്കുന്നത് ഇപ്പോൾ എന്നൊരു സംശയം. ഇതിനേക്കാളും നല്ലത് കള്ള് ചെത്താൻ പോകുന്നതല്ലേ എന്ന് തോന്നിപ്പോകുന്നു. മറ്റൊരു കാര്യം കൂടി അങ്ങ് വചഗോമിതത്തിൽ നിന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? ഈ ഉദരനിമിത്തം ബഹുകൃത വേഷക എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ഉദാഹരണമായിട്ടൊരു കഥ പറഞ്ഞു. എന്താ? വീടും ഭാര്യയും മക്കളും എല്ലാം വേണ്ട എന്ന് വെച്ച് സന്യാസം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ കഥ അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ കുറച്ച് കാലം വന്നിട്ടുള്ളൂ. ഞാൻ എനിക്ക് തോന്നുന്നു ഒരു 5 or 10 ക്ലാസ്സുകളാണ് ആകെ അങ്ങയുടെ ഇതിലുള്ളത്. ഒരു 10 ക്ലാസ്സിൽ കൂടുതൽ വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അങ്ങ് പറഞ്ഞാണ് സകലതും വീടും സ്വത്തും ഭാര്യയും മക്കളും എല്ലാം വേണ്ട എന്ന് വെച്ച് സന്യസിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ കഥ. അദ്ദേഹം അങ്ങനെ ഹരിദ്വാറിലെത്തിയിട്ട് അവിടെ ഈ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഭക്തജനങ്ങൾ വന്നിട്ട് പാലും പഴവും ഇങ്ങനെ സമർപ്പിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അങ്ങനെ സമർപ്പിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത്. അധികമാകുന്ന ഭക്ഷണം മറ്റുള്ള ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു. പക്ഷെ ഇങ്ങനെ സ്ഥിരമായി വരുന്ന ആൾക്കാരെ ഈ സ്വാമി വെയിലും മഴയും കൊള്ളണ്ടല്ലോ എന്ന് കരുതിയിട്ട് ആ സ്വാമിക്ക് ഒരു ആശ്രമം ഉണ്ടാക്കി കൊടുത്ത കഥ അങ്ങ് പറഞ്ഞതാണ്. ആ ആശ്രമത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ സ്വാമിയുടെ അടുത്ത് നിരവധി ഭക്തന്മാരും അതുപോലെ തന്നെ വിശ്വാസികളായ ആൾക്കാരും വന്നു. അപ്പോൾ ഈ സ്വാമി എന്ത് ചെയ്യും? ഈ കിട്ടുന്ന പലഹാരങ്ങളും ഭക്ഷ്യവസ്തുക്കളൊക്കെ അവർക്ക് കൊടുക്കും, ബാക്കി അവിടെ വെക്കും, പിന്നുള്ള സമയത്ത് കഴിക്കും. പിന്നെ അദ്ദേഹം ആശ്രമം കൂടി ആയപ്പോൾ അവിടെ പൂജാവിധികൾ തുടങ്ങി. അദ്ദേഹം നല്ല ശ്രേഷ്ഠനായ ഒരു സന്യാസിയെപ്പോലെ പൂജയും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് പാല് വേണം ഈ പൂജയ്ക്കും മറ്റു കാര്യത്തിനും. അതിൽ അദ്ദേഹത്തിന് ദൂര സ്ഥലങ്ങളിലേക്ക് പോകണം. അപ്പോൾ പാല് വാങ്ങിച്ച് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഭക്തന്മാർക്ക് മുഷിച്ചിലുണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഭക്തന്മാർ ചിന്തിച്ചു, എന്താണ്, ഒരു പശുവിനെ സ്വാമിക്ക് കൊടുക്കാം. അങ്ങനെ ആ ഒരു ഭക്തന്മാരെല്ലാം കൂടി ഒരു പശുവിനെ വാങ്ങിച്ച് ഈ സന്യാസിക്ക് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ സന്യാസിക്ക് പഴയതിനേക്കാൾ കൂടുതൽ വർക്കായി. എന്താ? ഈ സന്യാസിയുടെ ഈ ആശ്രമത്തിനോട് ചേർന്നാണല്ലോ ഈ പശു ഉള്ളത്. അപ്പോൾ ഈ പശുവിനെ പരിപാലിക്കണം, അതിൻ്റെ ചാണകം കോരണം, മൂത്രം വൃത്തിയാക്കണം, തൊഴുത്ത് വൃത്തിയാക്കണം, പശുവിനെ കുളിപ്പിക്കണം, പാല് കറക്കണം. ഇതൊക്കെ സ്വാമിക്ക് ഭാരിച്ച ജോലിയായി. ഇദ്ദേഹത്തിൻ്റെ നല്ല നല്ല പ്രഭാഷണം കേൾക്കാൻ വേണ്ടി നിരവധി ഭക്തന്മാർ വരുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിന് സമയം ഒഴിഞ്ഞല്ലേ അത് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ തന്നെ ചിന്തിച്ചു, ഈ പശുവിനെയും തൊഴുത്തിനെയും ഒക്കെ പരിപാലിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ അവർ ചുമതലപ്പെടുത്തി. എന്തിനേറെ പറയുന്നു, വീട് വേണ്ട, മക്കൾ വേണ്ട, ഭാര്യ വേണ്ട, സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിച്ച് വന്ന ഒരു സ്വാമി ഇവിടെ എത്തിയപ്പോൾ വീടായി, ആശ്രമമാണെന്ന് മാത്രം. സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ പശുവും ആലയും ഒക്കെയായി, സമ്പത്തായി. ഭാര്യ വേണ്ട എന്ന് പറഞ്ഞ ആ സ്ത്രീയെ, ഇദ്ദേഹം സ്ഥിരമായി പശുവിനെ പരിപാലിക്കാൻ വന്ന സ്ത്രീ പിന്നീട് സ്വാമിയെയും പരിപാലിച്ചു എന്നർത്ഥം. അങ്ങനെ ആ സ്ത്രീയെ വിവാഹം കഴിച്ചു, അതിന് മക്കളുണ്ടായി, ഇഷ്ടംപോലെ സമ്പത്തുണ്ടായി. എനിക്ക് തോന്നുന്നത് അങ്ങ് ഈ പറഞ്ഞ കഥ അങ്ങയുടെ തന്നെ കഥയാണോ എന്നുള്ളതാണ്. അങ്ങയ്ക്ക് ഭാവിയിലുണ്ടാകുന്ന മനമാറ്റത്തെക്കുറിച്ച് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അങ്ങയുടെ മനസ്സിലുള്ള പ്ലാൻ തന്നെയാണോ എന്ന്. എല്ലാം പരിത്യജിച്ചിട്ട്
വീട് വിട്ട് ഇറങ്ങി സന്യാസത്തിലേക്ക് ചിന്മയാമിഷൻ എന്ന് പറയുന്ന ആസ്ഥാനത്തേക്ക് വന്ന് അല്ലെങ്കിൽ അവിടെ എത്തിച്ചേർന്ന അങ്ങ് പിന്നീട് ലക്ഷറി വില്ലകൾ പോലെ അല്ലെങ്കിൽ വലിയ വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന് അന്ന് പറയാൻ പറ്റില്ല, നക്ഷത്ര ഹോട്ടലിനേക്കാളും വെല്ലുന്ന തരത്തിലുള്ള ആശ്രമം കെട്ടിപ്പടുത്ത് അതിൻ്റെ അധിപനായിരുന്നു. ലോകരാജ്യങ്ങളിലേക്ക് ഒക്കെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെയും പല ഭാഗങ്ങളിലേക്കും ടൂറിസ്റ്റുകളെയും കൊണ്ടുപോകുന്നു പലവിധ വേഷത്തിൽ. എന്താണോ അങ്ങ് വേണ്ട എന്ന് വെച്ചത് അതൊക്കെ അങ്ങ് നേടിയെടുത്തു. പക്ഷേ പേര് സന്യാസി എന്ന്. അപ്പോൾ ഞാനിത് കൂടുതലൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അങ്ങയ്ക്ക് നല്ല അറിവുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ യാതൊരു വിധത്തിലുള്ള സംശയവും രേഖപ്പെടുത്തുന്നില്ല. കാരണം എൻ്റെ നേരിട്ടുള്ള എൻ്റെ അനുഭവമാണ്. ഭഗവത്ഗീതയുടെയൊക്കെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ച വ്യക്തിത്വമാണ്. ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് വളരെ മനോഹരമായി അവതരിപ്പിച്ച വ്യക്തിത്വമാണ്. പക്ഷേ ഉദരനിമിത്തം ബഹുകൃതവേഷക എന്ന് അങ്ങ് പറഞ്ഞതുപോലെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയല്ല, മറിച്ച് സമ്പത്തിനോടുള്ള ആർത്തി കൊണ്ട് അങ്ങ് സ്വന്തം സമാജത്തെയും സനാതന ധർമ്മത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് ദുഷ്ടശക്തികൾക്ക് പുറകെ കൂടിയിരിക്കുകയാണ്. ഇതിനുള്ള മറുപടി കാലം തന്നെ അങ്ങേക്ക് തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാവരുടെയും അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോ കിട്ടുകയാണെങ്കിൽ ദയവായി എനിക്ക് അയച്ചു തരിക. നന്ദി, നമസ്കാരം.